ഗൈസ്, അപ്പോൾ ഇത് സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കളത്തിൽ പോയി കണ്ടിട്ട് വേണം വരണം ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫേസ് വരയ്ക്കുന്ന കാണിച്ചില്ല, നേരെ ഫേസ് വരച്ചായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ വരയ്ക്കലാണ്. ഹെയർ വരയ്ക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് തീർന്ന പേന എടുത്തിട്ടാണ് ഹെയർ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റ് ഇടുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് അമർത്തി, ഒന്ന് വലിയ അമർത്തല്ല, നൈസായിട്ടൊന്ന് അമർത്തിയിട്ടൊന്ന് ഇത് വരച്ചു വിടുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്തോടെ HB അല്ലെങ്കിൽ 2B പെൻസിലും കൊണ്ട് നൈസായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് വരച്ച മാർക്കൊക്കെ കറക്റ്റ് നമുക്ക് തെളിഞ്ഞ് കാണുകയും ചെയ്യും. കൈസ്, അപ്പോൾ നമ്മൾ ഏറെക്കുറെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ആയ ഭാഗങ്ങൾ ഒന്നുകൂടെ തെളിഞ്ഞ് കാണാൻ വേണ്ടി നമ്മൾ ആർട്ട് റൈസറും കൊണ്ട് ഒന്ന് വരയ്ക്കുന്നുണ്ട്. കട്ടിക്കായിട്ട് വരയ്ക്കുന്നുണ്ട്, കട്ടിക്കായിട്ട് മായ്ക്കുന്നുണ്ട്. വരയ്ക്കല്ല ചെയ്യുന്നത്, മായ്ക്കുവാണ് ചെയ്യുന്നത്. ഹൈലൈറ്റ് ഇടുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് നമ്മൾ ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഹെയർ ആയിട്ട് പിന്നെ ഡാർക്കായ പെൻസിൽ കൊണ്ട് നോക്കിയിട്ട് വരയ്ക്കാം. അത് ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേറെ നോക്കിയിട്ടില്ല. ഡാർക്ക് കൂടിയ പെൻസിൽ കൊണ്ട് വരയ്ക്കുക. രണ്ട് ഹൈലൈറ്റ് ആയ ഭാഗങ്ങളൊക്കെ മായ്ച്ച് ലെവലാക്കി എടുക്കുക. ഇത് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ താഴേക്കും ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ആദ്യം തീർന്ന പെനയും കൊണ്ട് വരയ്ക്കുന്നു, എന്നിട്ട് പിന്നെ ഡാർക്ക് കുറഞ്ഞ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു, പിന്നെ ഹൈലൈറ്റ് ആയ ഭാഗങ്ങളൊക്കെ മായ്ക്കുന്നു, പിന്നെ ഡാർക്ക് കൂടിയ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു. കുറഞ്ഞിട്ട് പിന്നെ കൂടിയാണ് വരുന്നത്. ഡാർക്ക് കൂടിയ ഭാഗത്ത് കൂടി കൊടുക്കുക, കുറഞ്ഞ ഭാഗത്ത് ഹൈലൈറ്റ് ആയ ഭാഗങ്ങളൊക്കെ റബ്ബർ കൊണ്ട് മായ്ച്ച് ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ആദ്യം ലൈറ്റായ പെൻസിലും കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക, മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് ആ വരച്ച ഭാഗങ്ങൾ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഡാർക്ക് കൂടിയ ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് റൈസർ എടുത്തിട്ടൊന്ന് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ വരയ്ക്കുന്നത്. അത് ഞാൻ വരയ്ക്കുന്ന മെത്തേഡാണ്, കാരണം ബാക്കി ആൾക്കാരൊന്നും ഇങ്ങനെ അല്ലായിരിക്കും. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെയാണ്. കാരണം ആദ്യം കുറഞ്ഞ് വരച്ചിട്ട് പിന്നെ കൂട്ടി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് റൈസർ വെച്ച് മായ്ച്ച് ആ ഹെയറിൻ്റെ ഹൈലൈറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ ഹെയർ വരച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നോക്കിയപ്പോൾ ഡ്രസ്സ് വരച്ച വീഡിയോ, ഷൂട്ട് ചെയ്ത വീഡിയോ ഫോണിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നേക്കുന്നത്. വരച്ച ഫോട്ടോ ഇതിങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.